A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പർ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്, ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. എടവണ്ണ പത്തപ്പിരിയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 1ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് ഒരു കാരണവശാലും സംഭാവന അംഗീകരിക്കില്ല. അടുത്ത വർഷം മുതൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതി ഏകീകരിക്കും. അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മൊബൈൽ ഫോൺ വിദ്യാർത്ഥികൾ സ്കൂളിൽ കൊണ്ടുവരുന്നത് നിരോധിക്കുന്നത് ആലോചനയിലാണ്. കൂടാതെ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള സമ്പൂർണ്ണ വിജയത്തിൽ യോജിപ്പില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ ചട്ടമനുസരിച്ചും പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമമായിരുന്നാലും സംസ്ഥാന വിദ്യാഭ്യാസ നിയമമായിരുന്നാലും കേരള എഡ്യൂക്കേഷൻ റോഡ് KER ആയിരുന്നാലും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെങ്കിലും ഗവൺമെന്റിന്റെ ഒരു NOC വാങ്ങിയിരിക്കും. അങ്ങനെ NOC ഇല്ലാത്ത ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് കുട്ടികളുടെ അടിസ്ഥാന 1ാം ക്ലാസ് മുതലും LKG UKG മുതലുള്ള ക്ലാസ്സുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു സിലബസ് ഇല്ല. അപ്പൊ അതൊരു സിലബസ് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട്, പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമൂലമായ ഒരു മാറ്റം വരുത്തണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസ കച്ചവടം, അതായത് ഇപ്പോ ചില വളരെ അപൂർവം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഡെപ്പോസിറ്റ് വാങ്ങുന്നു, തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിലുള്ള ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പൊ ഫീസ് സാധാരണ മറ്റ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങുന്നതിന് ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഇത്ര രൂപ ഫീസ് വാങ്ങാൻ പാടുള്ളൂ. ഇവിടെ ഇത് അവർ തന്നെ തീരുമാനിക്കുന്നു. അപ്പൊ അതിനെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിച്ചത്. അത് നല്ല ചർച്ച നടക്കുന്നുണ്ട്. നമുക്ക് വരട്ടെ, നമുക്ക് ആലോചിക്കാം. വരട്ടെ, നല്ല ചർച്ച നടക്കട്ടെ. എന്താണ് ഇപ്പൊ ലഭിക്കുന്ന പ്രതികരണം? എങ്ങനെയാണ് അത് പ്രതികൂലമായും അനുകൂലമായും ഉള്ള അഭിപ്രായങ്ങൾ വരുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ ആടുജീവിതം അടക്കം ദേശീയ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അതിന്റെ പുരസ്കാരത്തിൽ നിന്ന്. അപ്പൊ എങ്ങനെയാണ് അതിന്? ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു പക്ഷപാതിത്വമോ ഒരു മുൻകൂർ ധാരണയോ വെച്ചുകൊണ്ടുള്ള നടപടിയാണ് ആടുജീവിതത്തെ ഒഴിവാക്കിയത്. കേരള സ്റ്റോറിക്ക് ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് കൊടുത്തതുമൊക്കെ അതിന്റെ പുറകിലൊക്കെ തന്നെ രാഷ്ട്രീയമുണ്ട്, ശക്തമായിട്ടുള്ള BJP രാഷ്ട്രീയം ഉണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, കർണാടക നഴ്സിംഗ് കൗൺസിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ. പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. ഫസ്റ്റ് ഇയർ മുതൽ IELTS ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ്. കോഴ്സിന് ശേഷം UK, ജർമ്മനി പ്ലേസ്മെന്റ്. ഗേൾസ് ഓൺലി ക്യാമ്പസ്. ഹോസ്റ്റലും കോളേജും ഒരേ ക്യാമ്പസിൽ. വിദ്യാഭ്യാസ വായ്പാ സൗകര്യം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്.